Action. കല മനുഷ്യനെ രസിപ്പിക്കുന്നതാണ്. രസിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഏത് ഭാഗത്തിനെയാണ് അത് ടച്ച് ചെയ്യുന്നത്. നല്ല വശത്തിനും ടച്ച് ചെയ്തിട്ടും രസിപ്പിക്കാം, ചിലപ്പോൾ വൾഗറായിട്ടുള്ള ഇതൊക്കെ ടച്ച് ചെയ്തിട്ടും രസിപ്പിക്കാം. ക്രമേണ മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ നല്ല വശത്തെ ടച്ച് ചെയ്തിട്ട് രസിപ്പിച്ചും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മൾ കല എന്ന് പറയുന്നത് നാടകവും സിനിമയും സംഗീതവും അതൊക്കെ. ഈ സംഗീതം എങ്ങനെയാണ്? സംഗീതം നല്ല സംഗീതമാണെന്ന് ഉണ്ടെങ്കിൽ രസിപ്പിക്കുന്നു. വൾഗറായിട്ട് കുറേ സംഗീതം ഉണ്ടെങ്കിലും ചില ആൾക്കാരൊക്കെ രസിപ്പിക്കുന്നുണ്ടായിരിക്കണം അതിൻ്റെ വൾഗാരിറ്റി. നല്ലത് കേട്ട് രസിക്കുന്ന ആളുകൾ വളർന്ന് വികസിച്ച് അവരുടേതായിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ എങ്കിലും അവർ ഭൂരിപക്ഷമുള്ളൊരു സൊസൈറ്റി ഉണ്ടായാൽ ആ സൊസൈറ്റി സിവിലൈസ്ഡ് സൊസൈറ്റി. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഗ്രീക്സും പിന്നെ റോമൻസൊക്കെ സിവിലൈസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരും സിവിലൈസ്ഡ് എന്ന് വിളിച്ചിരുന്നില്ല. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 5 കൊല്ലം പറഞ്ഞത്. അവിടെ അനവധി ഫിലിം മേക്കേഴ്സ്, വേൾഡ് ഓവർ ഫിലിം മേക്കേഴ്സ് വരും, അവരുടെ ഫിലിം കാണിക്കും. ഞാൻ അസിസ്റ്റൻ്റ് ക്യാമറാമാനായിരുന്നു. വളരെ അടുത്ത് പെരുമാറിയെന്ന് പറയാൻ എങ്കിലും അവരുടെയൊക്കെ വർക്ക് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധാരണ കാണുന്ന സാധനമല്ല സിനിമ, വേറെ സംതിങ് മച്ച് മോർ. വേൾഡ് ഫിലിം മേക്കേഴ്സിൻ്റെ അവരുടെയൊക്കെ വർക്ക് കണ്ടു തുടങ്ങി. ഇതൊക്കെ കാണുന്ന സമയത്ത് മലയാളത്തിൽ നമുക്ക് ഇങ്ങനത്തെ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. വയ്യാത്തത് നീയോ? എവിടെ പോയി മാറോ ആ കുട്ടി? പത്തിലൂടെ ആളെ കിടക്ക് വരാല് ചോറ് കുപ്പി എണീക്കാൻ വയ്യാത്തപ്പോഴാ. ശരക്ക് വേഗം എത്തണം. കണ്ടോന്റെ ഓസാരത്തും എത്ര ദിവസം കയ്യ ആ കുട്ടി കൂടെ വഞ്ചും കൊണ്ട് കിടക്കലെ ലോറി വരുമ്പം അനത്തും പോവാം. കിട്ടുന്നത് പപ്പാനി. ഓൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും വിളിക്ക്. വൈകുന്നേരം ഒരു 5 മണിക്ക് ഒരു കമ്പിറാന്തൽ ഷോട്ട് വെച്ച് ഒരു ഐലൻഡിൽ ഒരു പുഴവക്കത്ത് ഒരു സ്ഥലത്ത് ഒരു ഷോട്ട് എടുക്കണം. ഇന്ന് ആൾക്കാർ നാളെ എടുക്കുകയാണെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങളില്ല, തിരിച്ചവിടെ എത്താൻ സാധിക്കില്ല, പല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സന്ധ്യാസമയത്തിൻ്റെ ആ സമയം ഈ കഥയ്ക്ക് വളരെ പറ്റിയ സന്ദർഭമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ വിളക്ക് കൊളുത്തി ഒരാളെ വിളിച്ച് വഞ്ചി പുറപ്പെടാൻ പറയുന്ന ഒരു സീനായിരുന്നു. ആ സീനിൽ വിളക്ക് കൊളുത്താൻ സാധിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടനെ എടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നതിന് അധികം സംശയങ്ങളില്ലാതെ ഷോട്ടുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ പല ഷോട്ടുകളും വന്നിട്ടുണ്ട്.
18 ഷോട്ടോളം ആ സീന് വേണ്ടി എടുത്തു. 18 ഷോട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളതായിരുന്നു, NG ഷോട്ട്സ് അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അത് എടുത്തുകൊണ്ടേ വന്ന അവസാനത്തെ ഷോട്ടായപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഇനി എക്സ്പോഷർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ റാന്തലിൻ്റെ ഫ്ലെയിം മാത്രമേ എക്സ്പോസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി നമ്മൾ ആ സീൻ നിർത്തി. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലാബറട്ടറിയിൽ അദ്ദേഹം പറഞ്ഞത് എത്ര വിളിച്ചിട്ടാലും ഇതുപോലൊരു ഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാനുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ക്യാമറ കൊണ്ട് നമുക്ക് ഗംഭീരമായ വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് മംഗളരവിവർമ്മ അതിൻ്റെ ഒരു വലിയ ജീവനായിരുന്നു എന്നുള്ളത് മറക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഓളത്തിനൊക്കെ വളരെ പഴയ വർത്തമാനമായി. അത് ഉപകാരമുള്ള നല്ല ഷോട്ടുകൾ അതിൽ ഉപയോഗിക്കാത്തുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലൊരു ഖേദമാണ്. അതായത് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് പുതുമയുണ്ടാകാമായിരുന്ന ചില ഷോട്ടുകൾ ഫോർഗ്രൗണ്ട് മുഴുവൻ ഔട്ട് ഫോക്കസായിട്ട് ദൂരത്തൊരാളിങ്ങനെ നടന്നു പോകുന്നത് ഫോക്കസിലുണ്ടായിരിക്കും. അങ്ങനത്തെ 1-2 ഷോട്ട്സ് ഈ പിന്നെ ഹീറോയിൻ വേറൊരു കല്യാണ പ്രൊസഷൻ നടന്നു പോകുന്നു ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനത് ദുഃഖിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ പോകുന്ന ആളുകളുടെ ദൂരത്തു നിന്നുള്ള ഷോട്ട് മാത്രം ആ പോകുന്ന ആളുകൾ മാത്രം ഫോക്കസിലായിട്ട് ബാക്കി മുഴുവൻ ഔട്ട് ഓഫ് ഫോക്കസിലായിട്ടായില്ലേ. കണ്ണിന് വെള്ളം വരുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചപ്പാടെന്നുള്ളത് എനിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ചില്ല. കാരണം വെച്ചാൽ ഫോർഗ്രൗണ്ടൊക്കെ ഔട്ട് ഫോക്കസാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്നൊരു വളവും തീരവും പിന്നെ കുറേ കൂടെ നന്നാവാമായിരുന്നു. വീടും കുടിയും വിട്ടുപോകാൻ ആർക്കും ഇഷ്ടമുണ്ടായി. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ചെയ്ത് തെറ്റാണെന്ന് തോന്നി. അന്ന് വിഷമം തോന്നി. ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ പടച്ചോനെ വിളിച്ച് ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൂ. വാഴക്കടവിനപ്പുറത്ത് നാടുണ്ട്, ആളും മാളുമുണ്ട്. പണിയെടുക്കാൻ ആവുന്നിടത്തോളം കാലം നബീസ് കഷ്ടപ്പെടില്ല. നബീസ് പൊയ്ക്കോളൂ, ഞാൻ കടവത്ത് കാത്തിരിക്കും. ഞാനൊരു സിനിമ എടുക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ക്ഷണിക്കാൻ പറ്റിയ ആൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഇവിടെ ചുമതല ഏൽപ്പിക്കാൻ പറ്റിയ ആൾ എന്ന നിലയിൽ ഞാൻ അന്ന് തന്നെ വിഭാവന ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ രവിവർമ്മ. ഞങ്ങൾ തമ്മിലൊന്നും നേരിട്ട് പരിചയമില്ല. പക്ഷേ 71 കാലത്ത് എൻ്റെ സ്വയംവരത്തിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് അതിനു മുമ്പേ ഒന്ന് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ അതുമായിട്ട് അദ്ദേഹത്തിന് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കാൻ അയച്ചു കൊടുത്തു. പിന്നെ പ്രവാസം ഇങ്ങനെ ഒരു ഐഡിയൻ്റെ സ്ക്രിപ്റ്റുണ്ട്. ഞാൻ പറഞ്ഞ ഫീച്ചർ ഫിലിം വർക്ക് ചെയ്യുന്ന ഭയങ്കര വിഷമമുണ്ട് ഷൂട്ടിംഗ് കാലത്ത്. നമ്മളുമായിട്ട് പിന്നെ അങ്ങോട്ട് ഒത്തുചേരാത്ത തരത്തിലുള്ള ആൾക്കാരായിട്ടാണ് ഒരു വെറുപ്പുണ്ടായിട്ടല്ല, പക്ഷേ നമ്മളായിട്ട് ചേരില്ല അങ്ങനത്തെ ആൾക്കാരായിട്ടുണ്ട്. അവർക്ക് പക്ക ബിസിനസ്മാനായിട്ടാണ് വരുന്നത്. നമ്മളുടെ ബിസിനസ് ഇൻട്രസ്റ്റൊക്കെ വിട്ട് കളഞ്ഞ് നല്ലൊരു മലയാളം ഫിലിം ഉണ്ടാവണം നേരിട്ട് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നു. ഗവേഷണം അത് തന്നെയായിരുന്നു പറ്റി. അല്ലെങ്കിൽ ഗവേഷണം ഒന്ന് ഡോക്യുമെൻ്ററീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പൈസ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതല്ല, സ്ക്രിപ്റ്റ് എഴുതാനും ഒരു നല്ല മലയാളം ഫിലിം ഉണ്ടാക്കണം എന്നുള്ള മോഹത്തിന് വേണ്ടിയിട്ട് അത് സ്വയംവരം ഡെഡിക്കേറ്റഡ് വർക്കുണ്ടാണ്. ഗ്രൂപ്പ് ഓഫ് പിന്നെ യങ് ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞു. അതിൽ ഗവേഷണമായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ.
എൻ്റെ സിനിമയെ സംബന്ധിച്ചുള്ള എൻ്റെ ധാരണകളിൽ, എൻ്റെ സംസ്കാരത്തിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് രവിവർമ്മ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ രവിയേട്ടനെന്ന് വിളിക്കുന്നത് കൊണ്ട് യൂണിറ്റിലുള്ള എല്ലാവരും അദ്ദേഹത്തിനെ രവിയേട്ടനെന്ന് വിളിച്ചു. അപ്പോൾ ഒരു കുടുംബ ബന്ധം പോലായി ഞങ്ങളുടെ ബന്ധം. ഞങ്ങൾ വർക്കിലെ യൂണിറ്റിൽ അങ്ങനെ ഒരു പിന്നെ ഡയറക്ടർ, ക്യാമറാമാൻ, എഡിറ്റർ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ചുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടിയിട്ട് കൂടി ചെയ്യുന്നപ്പോൾ ദേവദാസ് സൗണ്ട് എഞ്ചിനീയറായി ആക്റ്റീവ് പാർട്ട്. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ സലാം പറഞ്ഞു പോന്നിരുന്നവരായിരുന്നു. ത്രൂ ഔട്ട് ഫിലിം കഴിയുന്നവരെ ഒക്കെ ഉണ്ടായിരുന്നു. എലിപ്പത്തായത്തിലെ ഒരു ദൃശ്യം ചിത്രീകരിക്കുന്നതിന്, ആ ഒരു രംഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഷോട്ടുകൾ ഞാൻ എഴുതി വച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ രവിയേട്ടൻ്റെ നിർദ്ദേശം നല്ലൊരു നിർദ്ദേശം വന്നു. അതായത് നമുക്ക് ആ ഷോട്ടുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ഷോട്ടായിട്ട് എടുത്താൽ എങ്ങനെ ഇരിക്കും. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ളൊരു മാനസിക അവസ്ഥ ചിത്രീകരിക്കാൻ ഉതകുന്ന ഒരു ഷോട്ട് ഉദയം ഉണ്ടാകുന്നത്, അതിൻ്റെ ജന്മം ഉണ്ടാകുന്നത്. Mm-hmm.